ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കും അല്ലേ? ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ. ആദ്യമേ തന്നെ വലിച്ചു നീട്ടില്ലാതെ ചുരുക്കി നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ 2 ദിവസമായതേ ഉള്ളൂ ഒരു ബ്രേക്കിന് ശേഷം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ എല്ലാവരും ഒരുപാട് സംശയങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അച്ചാർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു ഫോണും നമ്പറുമാണത്. അതിലോട്ട് വിളിച്ചിട്ട് എന്നെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ആ അച്ചാർ ഇടുന്ന സ്ഥലത്തല്ല ഉള്ളത്, ഞാൻ വീട്ടിലാണ് ഉള്ളത്. അച്ചാർ റെഡിയാക്കുന്നതും പിറക്കുന്നതും വേറൊരു സ്ഥലത്താണ്. അതായത് വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു വീടാണ്, അവിടെയാണ് നമ്മൾ അച്ചാറൊക്കെ റെഡിയാക്കുന്നത്. എപ്പോഴും ഞാൻ അവിടെ ഇല്ല, ഞാൻ ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ എടുത്തില്ല, എന്നെ കിട്ടിയില്ലെന്ന് ഓർത്തുകൊണ്ട് ആരും പരപ്പൊന്നും വിചാരിക്കരുത്. പിന്നെ ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാണ്ട് വന്നേക്കുന്നത്. കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ടും ഇൻസ്റ്റയിലും അല്ലാതെ മെസ്സേജായിട്ടും ഒക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ഓർഡർ ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന ഫോണിലോട്ടും മെസ്സേജ് ഇട്ട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്. ചേച്ചി, സ്ഥലം വിൽപ്പന ഇപ്പം നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പല വർഷങ്ങളായി സ്ഥലം വിൽപ്പനയുടെ കാര്യം നോക്കിയിട്ട് എന്തായാലും അത് നടക്കുന്നില്ല, ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുവാണ്. പിന്നെ സ്വർണം പണയം വെച്ചത്, വായ്പ കൊടുത്തത് ഒന്നും കിട്ടാതെ കിടക്കുന്നത്. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ പകുതി ദിവസം അല്ലെ കുറച്ച് ദിവസം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. നമ്മൾ എന്തൊരു കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ നമ്മളത് ആത്മാർത്ഥതയോടെ ഇത് നടക്കണം എന്ന് ഉറച്ച വിശ്വാസത്തോടെ ചെയ്താൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പലർക്കും അനുഭവത്തോടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. നമ്മളൊരു കാര്യം ചെയ്ത് ആത്മാർത്ഥതയോടെ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന മറ്റൊരു ടിപ്പ് പറഞ്ഞു തരാമോ, മറ്റൊരു കാര്യം പറഞ്ഞു തരാമോ, നമുക്കത് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുക്ക പറഞ്ഞു തരാം. നിങ്ങൾ വേറൊന്നും നിങ്ങൾ കഷ്ടപ്പെടണ്ട, ബുദ്ധിമുട്ടണ്ട, ഒന്നും വേണ്ട. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുവാണെങ്കിൽ ഇന്നിപ്പം ചെയ്യണ്ട. നിങ്ങൾ നാളെ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്നോടം വരെ ഉണ്ടല്ലോ, മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും കഴിക്കാതെ ഒരു നോയമ്പ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട, ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കേണ്ട, വൈകിട്ടൊന്നും കഴിക്കാതിരിക്കേണ്ട, നീ ഒരു നേരവും ഇരിക്കേണ്ട, ഒന്നും വേണ്ട. ഇത് ചെയ്യുന്നോടം വരെ ഒന്നും മീനും ഇറച്ചിയൊന്നും മുട്ടയൊന്നും കഴിക്കാതിരിക്കുക. നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന മാതിരി വളരെ വ്യക്തമായിട്ട് കേൾക്കുക. ഇതിപ്പം കല്യാണം നടക്കാനായിട്ടൊരു പെങ്കൊച്ച ഉണ്ടെങ്കിൽ ആ പെങ്കൊച്ച് തന്നെ ചെയ്യണം. അതിൻ്റെ പേര് മറ്റാരും ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ കല്യാണം നടക്കാത്ത ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ വേണം ഇത് ചെയ്യാനായിട്ട്. അവർക്ക് വേണ്ടിയിട്ട് മറ്റാരും ചെയ്തിട്ട് കാര്യമില്ല. ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം പലരും വന്ന് പറയുന്നു അവർക്ക് ചെയ്യാനായിട്ട് സാഹചര്യമില്ല, പകരം ഞാൻ ചെയ്താൽ മതിയോന്ന്. എൻ്റെ വിശപ്പിന് ഞാനല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വിശപ്പ് മാറുമോ? ഇല്ല എന്ന് പറഞ്ഞത് കണക്ക് തന്നെയാണ്. ആവശ്യക്കാരന് ഔചിത്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ആവശ്യക്കാർ വേണം ഇത് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ സ്ഥലം വിൽപ്പനയായിട്ടെ, കല്യാണമായിക്കോട്ടെ, കടബാധ്യത ആയിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ കുടുംബത്തെ, ആ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആരാണോ ചെയ്യാൻ പോണത് അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ പേരാദ്യം ഇങ്ങനെ ഒരു വെള്ള പേപ്പർ, വൈറ്റ് പേപ്പർ എടുക്കുക. ആ വൈറ്റ് പേപ്പറിൽ പച്ച മഷി അല്ലെങ്കിൽ റെഡ് മഷി, ഇതിലേതേലും ഏതേലും ഒരു മഷി എടുക്കുക. പച്ചമഷിയുണ്ട്, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ട് നിങ്ങൾ പച്ചമഷി ഉപയോഗിക്കണമെന്ന് അല്ലേ എന്ന് പറഞ്ഞോൾക്ക്. ഇതും ഒരു തുണ്ട് പേപ്പർ ഇങ്ങനെ എടുക്കുക. ഒരു ഇച്ചിരി വലിപ്പം വേണം കേട്ടോ. അതായത് ഒരു ബുക്കിൻ്റെ പേപ്പറാണ് എടുക്കുന്നെങ്കിൽ അത് നടുവേ മുറിച്ചിട്ട് ഒരു പീസ് എടുക്കുക. എന്നുവെച്ചിട്ട് നിങ്ങളുടെ പേരെഴുതി വെച്ചും നിങ്ങളുടെ പേരെഴുതുക. ബ്രാക്കറ്റിൽ നിങ്ങളുടെ പ്രായം കൂടി ഒന്ന് എഴുതുക. എന്നുവെച്ചിട്ട് നിങ്ങളുടെ നാളെഴുതുക. എന്നിട്ട് നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിപ്പം 20/6/1990 ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതുക. ഇത്രയും മാത്രം എഴുതുക. എഴുതി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് 1 രൂപ കോയിന്, ഒറ്റ രൂപയുടെ ഒരു കോയിൻ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥലം വിൽപ്പനയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടിൻ്റെ അല്ലെ നിങ്ങൾ വിൽക്കാനിട്ടേക്കുന്ന സ്ഥലത്തിൻ്റെ 4 മൂല, അതായത് നമ്മൾ നേരെ കിഴക്ക് വശത്തോട്ട് തിരിഞ്ഞ് നിൽക്കുക. നേരെ കിഴക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് വലത്ത് ഭാഗത്തോട്ട് നടക്കുക. എന്നിട്ട് ആദ്യത്തെ മൂലയിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞ് കന്നിമൂലയിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞ് പടിഞ്ഞാറ് വശത്തുനിന്ന് എടുക്കുക. അത് കഴിഞ്ഞ് വടക്ക് വശം. ഇങ്ങനെ ഈ 4 മൂലയിൽ നിന്നും ഇങ്ങനെ കൈകൊണ്ട് ഞുള്ളി ഈ കോയിൻ്റെ പുറത്തോട്ട് വേണം പൈസ വയ്ക്കാൻ. നമ്മൾ ഈ പേരും നാളും എഴുതിയ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ 1 രൂപ കോയിൻ വെക്കുന്നത്
എടുക്കുന്നുണ്ട്. ആ 1 രൂപ കോയിൻ്റെ പുറത്തോട്ട് വേണം നമ്മൾ ഈ മണ്ണ് ഞുള്ളിയെടുക്കുക. ഇത് ഇങ്ങനെ ഞുള്ളിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഞുള്ളിയെടുക്കണം. ഇങ്ങനെ ഞുള്ളിയെടുത്തിട്ട് ഇതിങ്ങനെ വെക്കുക. നിങ്ങളിത് ചെയ്ത് ഇന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരോടും മിണ്ടാനോ പിറക്കാനോ സംസാരിക്കാനോ പാടില്ല. ഇത് ചെയ്യുന്നോടം വരെ ഇങ്ങനെ ഈ 4 മൂലയെന്നും എടുത്തിട്ട് ഈ പേപ്പറിൽ പൊതിയുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ നടക്കേണ്ടത് ആ കാര്യം നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോണം. എന്ന് വെച്ചിട്ട് നല്ലൊരു വെള്ള തുണി എടുക്കുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു കിറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ പൊതി എന്നിച്ച് വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ഈ നാണയവും ഈ മണ്ണും കൂടെ പൊതിഞ്ഞിട്ട് നമ്മുടെ കിഴക്കേ വശത്ത് ഇങ്ങനെ നിങ്ങൾ ആരും തൊട്ട് അശുദ്ധമാക്കാതെ കെട്ടി തൂക്കി ഇട്ടേക്കുക. പറഞ്ഞ മനസ്സിലായി? അല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചേക്കും. അപ്പോൾ ഇത് എലിയോ മറ്റ് ഇഴജീവികളോ ഒന്നും ഇതെടുക്കുകയോ തൊടുകയോ ചെയ്യരുത്. ഇതങ്ങനെ വല്ലതും സംഭവിക്കുകയോ അരിക്കുകയോ ചെയ്താൽ ഇത് കളഞ്ഞതിന് ശേഷം പിന്നെ 7 ദിവസത്തിന് ശേഷം പിന്നെ നിങ്ങളിത് ചെയ്യാവുള്ളൂ. ഏറ്റവും നല്ലത് ഇതിങ്ങനെ കിഴക്ക് വശത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിടുക. പിന്നെ നിങ്ങൾക്ക് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് എത്ര ദിവസം കിടക്കണമെന്ന് വെച്ചാൽ 41 ദിവസം ഇത് കെട്ടി തൂക്കിയിടണം. എന്നുവെച്ചിട്ട് ഈ പൊതി അഴിച്ചിട്ട് ഈ മണ്ണ് നമ്മൾ 4 വശത്തുനിന്നും അല്ലേ എടുത്തത്. അപ്പം ആദ്യമേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കിഴക്ക് വശത്തുനിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വലതുവശത്തൂടെ പോയാണ് മണ്ണെടുത്തത്. ഇത് തിരിച്ചിടാൻ നേരത്ത് കിഴക്ക് വശത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇടത്തുവശത്തോട്ട് പോകണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ മണ്ണ് ഞുള്ളിയെടുത്ത മൂലയിലോട്ട് ഒരു ഞുള്ളെടുത്ത് അങ്ങോട്ടിട്ടു, പിന്നെ അടുത്ത വശത്തിട്ടു, പിന്നെ പടിഞ്ഞാറ് വശത്തിട്ടു, അവസാനം കിഴക്ക് വശത്തിട്ടു. അങ്ങനെയാണ് നമ്മൾ ആദ്യമേ കിഴക്ക് വശത്തു നിന്നാണ് തുടങ്ങിയത്, വലത്ത് വശം അല്ലേ. അങ്ങനെ തിരിച്ചിടുക. എന്നിട്ട് ഈ പേപ്പർ കോയിൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൊണ്ടുപോയി നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾ എവിടെയാണോ നേർച്ചയിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇടുക. പിന്നെ ഈ പേരെഴുതിയ പേപ്പർ നമ്മൾ കത്തിച്ച് കളയുക. ഉറപ്പായിട്ടും ഒരു സ്ഥലം വിൽപ്പനയായാലും കല്യാണമായാലും നിങ്ങളുടെ കടബാധ്യതയായാലും സ്വർണ്ണം എടുക്കലായാലും എന്തായാലും 6 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു പരിഹാരം. അതല്ലാതെ ഞാൻ നിങ്ങളോട് ഈ 41 ദിവസത്തിനകം നടക്കും എടുക്കും എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും ഇത് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. രാവിലെ കുളിക്കണം. അതായത് 7 മണിക്ക് മുമ്പ് വെളുപ്പിനെ കുളിച്ചിട്ട് ഇതേൽ നമ്മൾ കെട്ടി തൂക്കിയിട്ടേക്കുന്നതിൽ കൈ മുട്ടരുത്. കൈ മുട്ടാതെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ പറിച്ചിക്കാതെ നിങ്ങളുടെ കാര്യം മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ എന്താണോ കാര്യമുള്ളത് അതേൽ ഇങ്ങനെ കൈ കാണിച്ച് പ്രാർത്ഥിക്കുക. വൈകിട്ടും കുളി കഴിഞ്ഞ് രാത്രി 6:30ക്കും 7നും ഇടയ്ക്കായിട്ട്, അതല്ല 6നും 7നും ഇടയ്ക്കായിട്ട്, 7 മണി കഴിഞ്ഞാൽ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളിങ്ങനെ കൈ പൊക്കിയിട്ട് ഇങ്ങനെ ഇതേ പറിച്ചിക്കാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ 41 ദിവസവും നിങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കടബാധ്യത മാത്രം എഴുതുക. ഈ പേപ്പറിൽ മണ്ണിടുന്നതിന് പകരം നിങ്ങളുടെ കടബാധ്യത എഴുതുക. എത്ര രൂപ കടമുണ്ടെന്ന് എഴുതുക. പറഞ്ഞ മനസ്സിലാകുന്നില്ല? കല്യാണക്കാരുവാണെങ്കിൽ എൻ്റെ കല്യാണം നടക്കണമെന്ന് എഴുതണം. ഇനി മറ്റു പ്രശ്നമാണെങ്കിലും അത് എഴുതണം. ഈ സ്ഥലത്തിൻ്റെ ആവശ്യത്തിന് മാത്രമാണ് ഈ മണ്ണെടുത്ത് പൊതി കിട്ടേണ്ടത്. അല്ലെങ്കിൽ ഈ പേപ്പറിൽ നിങ്ങളുടെ പേരും നാളും വയസ്സും ഒക്കെ എഴുതിയിട്ട് 1 രൂപ കോയിൻ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം മാത്രം എഴുതിയിട്ട് കെട്ടിത്തൂക്കിയിട്ടാൽ മതി കേട്ടോ. ഉറപ്പായിട്ടും ഈ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. നിങ്ങളുടെ ആത്മാർത്ഥതയോടെ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.